ഹലോ ഗായ്സ്, വെൽക്കം ടു അബീസ്. ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ ഉണ്ടല്ലോ താഴത്തെ കൊച്ചിയിൽ നടന്ന സംഭവമാണ്. സാധാ പോലെ തന്നെ ഇത് വലിയ പുതുമയ സംഭവമല്ല. നമ്മുടെ പൊറോട്ടയുടെ കൂടെ ഗ്രേവി കൊടുത്തില്ലെന്ന് പറഞ്ഞ് ആ പുള്ളി അവിടുത്തെ ഹോട്ടൽ ഉടമേനെ അയാളുടെ ഭാര്യനെ തല്ലുന്ന സംഭവമാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, ഒരു പൊറോട്ടയുടെ കൂടെയൊക്കെ ഗ്രേവി കൊടുക്കുന്നത് ഒരു മര്യാദയാണ്. അത് കൊടുക്കേണ്ടതാണ്. ശരിക്കും പറയുവാണെങ്കിൽ ആ ഹോട്ടലിൽ അത് കൊടുക്കേണ്ടതാണ്, പൊറോട്ടയുടെ ഗ്രേവി. ഇവിടെയൊക്കെ നല്ലോണം കൊടുക്കും. നമുക്ക് കുറെ അറിയാം. അതുകൊണ്ട് അത് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരു ഗ്രേവി കിട്ടിയില്ലെന്നും പറഞ്ഞ് ഇങ്ങനെ നല്ലാനൊക്കെ നിൽക്കുന്നത് അതൊക്കെ ഭയങ്കര ഓവറാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ഒരു ഗ്രേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവന്റെ അത്ര സംഭവം ചെറിയൊരു ഗ്രേവി അല്ലേ ഉള്ളൂ. ഇപ്പൊ ഒരു ചിക്കൻ അത് അയാൾക്ക് ചോദിക്കുക, അയാൾ തന്നില്ല, ഓക്കെ എന്നും പറയാൻ തല്ലാൻ നിൽക്കുകയാണ്. എന്നാൽ പിന്നെ ഇവിടെ എന്തോരം ചെറിയ കാര്യങ്ങളുണ്ട്. ഒന്ന് പോയി രണ്ടിന് തല്ലാൻ പോകണമല്ലോ. ഈ ചെറിയ കാര്യത്തിനൊക്കെ തല്ലാൻ നിൽക്കുവാണെങ്കിൽ അതാ പറഞ്ഞു, ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ തല്ലാൻ നിൽക്കുവാണെങ്കിൽ ഒന്ന് പറഞ്ഞ് രണ്ടിന് തല്ലാൻ പോവാം. മിക്ക സംഭവം അതായിരിക്കുമല്ലോ. അയാൾ ചെയ്തൊക്കെ നല്ലതെന്ന് ഞാൻ പറയില്ല. പൊറോട്ടയുടെ കൂടെ ഗ്രേവി കൊടുക്കണം, ശരിയാണ്. ഇപ്പൊ നമ്മൾ കൊല്ലത്താണെങ്കിൽ മിക്കപ്പോഴും ഇതേ സംഭവം പ്രശ്നങ്ങളാണ്. മന്തിയുടെ മയോണൈസ് കിട്ടിയില്ല, കല്യാണ ബിരിയാണിക്ക് സലാഡ് ഉണ്ടാകാൻ പറ്റുമ്പോൾ തന്നില്ല, അതിനടി. പിന്നെ എന്താണ്, ഇപ്പൊ പൊറോട്ടയുടെ ചാറ് അടിച്ച് തന്നില്ല, അതുപോലെ അവിടെ കൊല്ലത്തടി. ഇതിപ്പോ കൊച്ചിയിൽ. ഞാൻ ചോദിക്കട്ടെ, ഇത് നിങ്ങൾ ഒന്നാമത്തെ കാര്യം, ഇത് കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതാണ് ശരിക്കും. മന്തിയുടെ മയോണൈസ് ആണെങ്കിലും പൊറോട്ടയുടെ ചാറാണെങ്കിലും പിന്നെ സലാഡ്, കല്യാണ വീട്ടിലൊക്കെ സലാഡാണെങ്കിൽ ഒരു മര്യാദ വേണം. എല്ലാത്തിനും മര്യാദ വേണം. എന്ന് വെച്ചാൽ പൊട്ടപ്പെട്ട ഒരു തൊട്ടി നമ്മളൊരു മയോണൈസ് വയ്ക്കണ പോലെ അത്രയൊന്നും ഒരു മാന്യമായ രീതിയിലൊക്കെ ചോദിക്കാം. അതൊരു ഇതാണ്. അപ്പൊ അത് മാന്യമായ രീതിയിലാണ് ചോദിക്കണമെങ്കിൽ അവർ കൊടുക്കേണ്ടത് അവരുടെ കടമയാണ്. അല്ലാണ്ട് കൊടുക്കാണ്ടിരിക്കുന്നത് ഭയങ്കര മോശമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിന്റെയൊക്കെ പേര് അടി ഉണ്ടാക്കുന്നത് ഭയങ്കര എന്താ പറയാ, അടി ഉണ്ടാക്കുവാണെങ്കിൽ നല്ല കാര്യത്തിൽ അടി ഉണ്ടാക്കുക. ഞാൻ പറയാം, അടി ഉണ്ടാക്കുക. ഇപ്പൊ ഞാൻ പറയാം, ഷിംജിത മറ്റേ നമ്മുടെ അവളെയൊക്കെ പിടിച്ചടിക്കുക, അതൊക്കെ നല്ലത്. അതൊക്കെ പിന്നെ പറയാനുണ്ടെന്ന് പറയാം. ഇതിനൊക്കെ അടി ഉണ്ടാക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ പറയാം. അപ്പൊ ഓക്കെ ഗൈസ്, നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോസ് വീണ്ടും വരാം. അതുവരെ ബൈ.